മൂത്രത്തിലൂടെ പത വരിക, അക്യൂട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെങ്കിൽ കിഡ്നിയിൽ വരുന്ന ചില അസുഖങ്ങൾ. എന്തുകൊണ്ടാണ് മൂത്രത്തിൽ ഇങ്ങനെ പത വരുന്നത്? പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നതാണോ? കിഡ്നി ഫംഗ്ഷനിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണോ? എന്താണ് ഈ പ്രോട്ടീനൂറിയ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഈ പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത് മൂത്രത്തിലൂടെ പ്രോട്ടീൻ വന്നു ചേരുന്നതാണ്. ഇത് കിഡ്നിയുടെ ഡിസ്ഫങ്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ മൂത്രത്തിൽ പ്രോട്ടീൻ കാണപ്പെടുകയില്ല. എന്നാൽ നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് അതിൽ മില്യൺസിൽ അധികം നെഫ്രോൺസുകളുണ്ട്. ഈ നെഫ്രോണുകൾ ഓരോന്നും 3-4 തട്ടായിട്ട് ഒരു അരിപ്പ പോലെയാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും കിഡ്നിയിലോട്ട് എത്തുന്നത്. ഈ അരിപ്പകളിൽ, അതായത് ഈ ഗ്ലോമറുലാർ ബേസ്മെൻറ്റ് മെംബ്രെയിനും ഇതുപോലെ അരിപ്പകളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള പ്രോട്ടീനുകൾ അത് യൂറിനിലൂടെ കടന്നു ചെല്ലുകയും ഇത് കാരണം രക്തത്തിൽ ഫ്ലൂയിഡ് നിലനിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് ബ്ലഡ് വെസൽസിൽ പ്രോട്ടീൻ എപ്പോഴും, അതായത് ആൽബുമിൻ എന്നുള്ളൊരു പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ രക്തത്തിൽ എപ്പോഴും ഒരു ഫ്ലൂയിഡ് നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ആൽബുമിൻ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ നീർക്കെട്ടുകൾ വേറെ വേറെ ഭാഗങ്ങളിലായിട്ട് അത് നീർക്കെട്ട് പോലെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. സ്വെല്ലിംഗ് എന്ന് പറയും. ഇത് ചിലർക്ക് കണ്ണിന് ചുറ്റും ഉണ്ടാവും, കാലുകളിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ എഡിമ എന്നുള്ളൊരു കണ്ടീഷന് പ്രധാനമായിട്ടുള്ള കാരണം ഈ പ്രോട്ടീനൂറിയാണ്. ഇനി ഈ മൂത്രത്തിലൂടെ പത വരുന്നത് എപ്പോഴും കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണോ എന്ന് നോക്കാം നമുക്ക്. മൂത്രത്തിലൂടെ പത കടന്നു വരുന്നത് അത് കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല. ചില സമയങ്ങളിൽ നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ യൂറിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടും. അങ്ങനെ കൂടുമ്പോഴും ഇതുപോലെ പത ഉണ്ടാവാറുണ്ട്. അതേപോലെ ഒരു ഫോഴ്സിൽ പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് നേരം കഴിഞ്ഞ് ഫോഴ്സ്ഫുള്ളായിട്ട് യൂറിൻ പുറത്തു പോകുന്ന സമയത്തും ഇതേപോലെ പതഞ്ഞ് കാണപ്പെടാറുണ്ട്. ഇതൊന്നും തന്നെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. എന്നാൽ 2-3 ദിവസത്തിൽ കൂടുതൽ മൂത്രത്തിൽ ഇങ്ങനെ പത വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്ഷീണം അനുഭവപ്പെടാം. കൈയും കാലുകളിലും ഒക്കെ നീര് കെട്ടി നിൽക്കുന്ന പോലെ, നീർക്കെട്ടുള്ളത് പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റും ഫർദർ എക്സാമിനേഷനും ചെയ്യേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ കിഡ്നിയുടെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതും അല്ലെങ്കിൽ യൂറിൻ ഒന്ന് റൂട്ടീനാണ് സാധാരണഗതിയിലുള്ള ആളുകൾ. മൂത്രത്തിൽ പതയുണ്ടല്ലോ, അപ്പോൾ യൂറിൻ റൂട്ടീൻ എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കും. പക്ഷേ യൂറിൻ റൂട്ടീൻ അല്ല നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. നമ്മുടെ മൂത്രത്തിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ അത് ശരിക്കും കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ സ്പോട്ട് മൈക്രോ ആൽബുമിനൂറിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ലെവൽ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് അനുസരിച്ചായിരിക്കും കിഡ്നിയുടെ ഡാമേജ് എത്രയെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. വൃക്കരോഗം, കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ വൃക്കരോഗത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. അതായത് പ്രമേഹം അധികമുള്ളവരിൽ, അതേപോലെ തന്നെ BP അധികമുള്ളവരിൽ, ഇവരിലെല്ലാം തന്നെ കിഡ്നിയുടെ ഫങ്ഷൻ ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ലാസ്റ്റായിട്ട് വരുന്നത് ഈ കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഈ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ പ്രശ്നം വരുന്നതും, അത് പിന്നീട് ഇപ്പോൾ BP അധികമാകുമ്പോൾ അതിൻ്റെ പ്രഷർ കാരണം അങ്ങനെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതും ഉണ്ടാവാം. ചിലർക്ക് ഷുഗർ കാരണം, അതായത് ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കാരണം ഈ നെഫ്രോൺസും കിഡ്നിയിലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അത് നശിക്കാനും അതിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ പ്രശ്നം വന്ന് ഈ പ്രോട്ടീൻ സാധാരണഗതിയിൽ പോവാത്തതാണ്, എന്നാൽ ഇത് യൂറിനിലൂടെ ലീക്കായി പോകുന്നതും കാണാം. അതേപോലെ തന്നെ ലിവർ കണ്ടീഷൻ, ഈ ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ അത് ഉണ്ടാക്കുന്നത് ലിവറിലാണ്. അതേപോലെ ഈ കരളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അതും ഇതുപോലെ പ്രോട്ടീനൂറിയ ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ലാസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നീനെയാണ്. അപ്പോൾ മൂത്രത്തിലൂടെ പത കണ്ടുവരുന്ന ഈ പ്രോട്ടീനൂറിയ എന്നുള്ള കണ്ടീഷൻ വേറെ പല രോഗങ്ങളുടെയും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കിഡ്നി ബാധിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നീർക്കെട്ടും അതിൻ്റെ ഒപ്പം തന്നെ യൂറിനിൽ ഇതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈക്രോ ആൽബുമിൻ, സ്പോട്ട് യൂറിൻ മൈക്രോ ആൽബുമിൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ചിലർക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രോപ്പർ നേരത്തെ തന്നെ ചികിത്സ നേടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് കിഡ്നീനെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഷുഗർ കൂടുതലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നുള്ള പറഞ്ഞുള്ള കണ്ടീഷൻ, ഷുഗർ ഒരുപാട് കൂടുതലുള്ളവരിൽ ഇപ്പോൾ HbA1c 6
ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും, അത് 6-7 അതിന് കൂടുതലാണ്, സ്ഥിരമായി അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഒരുപാട് ഹൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ റെറ്റിനോപ്പതി, പിന്നെ അടുത്ത് എഫക്റ്റ് ചെയ്യുന്ന ന്യൂറോപ്പതി, പിന്നെ നെഫ്രോപ്പതി എന്ന് പറയുന്നത് കിഡ്നീനെയാണ്. അപ്പോൾ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹൈ BP ഉള്ളവരും ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈ BP ഉള്ളവരും BP കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ഭക്ഷണത്തിൽ നമ്മുടെ ശൈലികളൊക്കെ മാറ്റുക, എക്സസൈസ് സ്ഥിരമായിട്ട് പതിവാക്കുക. അമിതവണ്ണമുള്ളവർ ബോഡി മാസ് ഇൻഡെക്സ് BMIക്കുള്ളിൽ വെയിറ്റ് ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ പ്രോട്ടീൻ അധികം കഴിക്കുന്നത് ഒഴിവാക്കണം. ഇങ്ങനെ പ്രോട്ടീനൂറിയ ഉള്ള ടൈമിൽ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഇറച്ചി, മീൻ, ഇതൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് യൂറിയ നൈട്രജൻ ചെക്ക് ചെയ്യും, BUN എന്നുള്ളൊരു ലെവൽ ചെക്ക് ചെയ്യും. അതായത് ഈ പ്രോട്ടീൻ പൊടിഞ്ഞിട്ട് പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ യൂറിയ നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡിൽ ഈ ഒരു BUN എന്ന് പറയുന്ന ബ്ലഡ് യൂറിയ നൈട്രജൻ അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. എത്രത്തോളം പ്രോട്ടീൻ ഇതുവരെ നമ്മുടെ ശരീരത്തിൽ നിന്നും ലോസായി പോയിട്ടുണ്ടെന്നുള്ളതും അറിയാനായിട്ട് പറ്റും. അതേപോലെ ജിമ്മിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നവർ, അധികം പ്രോട്ടീൻ ആയിട്ടുള്ള ഡ്രിങ്ക് അങ്ങനെ എടുക്കുന്നവർ, പ്രോട്ടീൻ ഭക്ഷണം കൂടുതൽ എടുക്കുന്നവരിലും ചിലരിൽ ഹൈ പ്രോട്ടീൻ ആയിട്ട് ഒരുപാട് അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുമ്പോൾ യൂറിനിലൂടെ ഇതുപോലെ മൂത്രം പതഞ്ഞ് കണ്ടുവരാറുണ്ട്. അത് പ്രോട്ടീൻ ഫുഡ് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ, അതേപോലെ അമിതമായിട്ടുള്ള എക്സസൈസ്, ഒരുപാട് എക്സസൈസ് ചെയ്യുമ്പോഴും പ്രോട്ടീൻ ലോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അമിതമായിട്ടുള്ളൊരു റെസ്റ്റ് ഇല്ലാതെ അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതൊക്കെ അതൊന്ന് മോഡറേറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ ഒരു കിഡ്നി ഫങ്ഷൻ നോർമലാവും. ഇപ്പോൾ കിഡ്നി ഫങ്ഷനിൽ അത്ര സിവിയർ ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇത് ഇപ്പോൾ അക്യൂട്ടായിട്ട് വന്ന ഒരു പ്രശ്നമായിരിക്കും, ഒരു 2-3 മാസം മാത്രം വരുന്ന പ്രശ്നമായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് തിരിച്ച് മാറ്റാനായിട്ട് പറ്റും. എന്നാൽ ഒരുപാട് കാലം ഇതുപോലെ ഡയബറ്റിസോ BPയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിഡ്നി രോഗങ്ങളുമായിട്ട് അഫക്റ്റ് ആയവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും വരുത്തിക്കുക. പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. നാരും അതേപോലെ തന്നെ അന്നജം മോഡറേറ്റ് ആയിട്ട് നാരും നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ മൂത്രത്തിലെ പത കാണുമ്പോഴേക്കും നിങ്ങളിത് കിഡ്നിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ആയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം കാരണവും ഇതുപോലെ പതഞ്ഞിട്ടുള്ള മൂത്രം കാണപ്പെടാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് സംശയമുണ്ട് 3-4 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ പതയുള്ള മൂത്രം, അതിൻ്റെ ഒപ്പം തന്നെ കൈയും കാലും ഒക്കെ വീക്കം ഉണ്ടാവുക. അതിൽ തന്നെ 2 തരം എഡിമാക്കളുണ്ട്, പിറ്റിംഗ് എഡിമ, നോൺ പിറ്റിംഗ് എഡിമ എന്ന് പറയും. നമ്മൾ പിറ്റിംഗ് എഡിമ എന്ന് പറയുമ്പോൾ തൊടുമ്പിളിക്കും കുഴിഞ്ഞു പോകുന്നതാണ് പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. അതായത് ഒരു കാലുകളിലൊക്കെ നമ്മൾ വീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കും, ഒരു മിനിറ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് അത് എടുക്കുമ്പോൾ തിരിച്ച് പഴയ രൂപത്തിൽ തന്നെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നോൺ പിറ്റിംഗ് എഡിമ എന്നാണ് പറയുക. അതേസമയം കുഴിഞ്ഞു തന്നെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിറ്റിംഗ് എഡിമ എന്നാണ് പറയാറ്. അപ്പോൾ വൃക്കയുടെ പ്രശ്നങ്ങൾ കാരണം വരുന്ന നീർക്കെട്ടിന് അങ്ങനത്തുള്ള എഡീമയ്ക്ക് കണ്ടുവരുന്നത് പിറ്റിംഗ് എഡീമയാണ്. അതായത് നമ്മൾ കുറച്ചു നേരം തൊട്ട് കഴിയുമ്പോൾ അത് കുഴിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള നീർക്കെട്ടുകൾ, സ്വെല്ലിംഗ് ആണ് കാണപ്പെടുന്നത്. നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് എന്ത് മരുന്നുകൾ കഴിക്കുമ്പോഴും അതിൻ്റെ ഡോസേജും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള വേദന സംഹാരികളുടെ ഉപയോഗം കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ BP കൺട്രോളിലല്ലെങ്കിൽ അതും ചെക്ക് ചെയ്ത് കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തുക. ഷുഗറും എപ്പോഴും അണ്ടർ കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള പ്രോട്ടീൻ കഴിക്കുന്നത് ഒഴിവാക്കുക. വൈറ്റമിൻ D അതുപോലുള്ള സപ്ലിമെൻറ്റുകൾ ഒരു പരിധിയിൽ കവിഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ സജഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത്. അതും നിങ്ങളുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്കയുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നതായിരിക്കും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.